ത്രിയേക ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളെ, വലിയ നോമ്പിലൂടെ നാം ഇവരും കടന്നു പോവുകയാണല്ലോ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മാർക്കോസ് എവങ്കേലിയോസിന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 21 മുതൽ 43 വാക്യങ്ങളാണ്. പ്രത്യേകമായിട്ടും ഈ വേദഭാഗത്ത് കർത്താവ് സൈറോസിന്റെ മകളെ കാണുവാൻ യാത്ര പുറപ്പെടുന്ന വേദഭാഗമാണ്. ഈ യാത്രയുടെ മധ്യേ അനേകം ആളുകൾ, ജനങ്ങൾ കർത്താവിനെ കാണുവാൻ തിക്കും തിരക്കും കൂട്ടുന്നു. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമുക്ക് അവരെ ഫാൻസ് എന്ന് പറയാം. എന്നാൽ വളരെ ചുരുക്കം പേര് മാത്രം കർത്താവിനെ തൊടുവാനും കർത്താവിനെ നേടുവാനും ആഗ്രഹിക്കുന്നു. നമുക്ക് അവരെ ഫോളോവേഴ്സ് എന്ന് പറയാം. എന്താണ് ഫാൻസും ഫോളോവേഴ്സും എന്നുള്ള വ്യത്യാസം? ഫാൻസ് കാണികളാണ്, ഫോളോവേഴ്സ് പങ്കാളികളാണ്. വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ വേദഭാഗത്തെ 2 സംഭവങ്ങളും ബന്ധപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അനേകം പേര് ആരാധനയിൽ പങ്കാളികളാകുന്നുണ്ട്. എന്നാൽ അതിൽ എത്ര പേര് കർത്താവിന്റെ ഫോളോവേഴ്സ് ആയിട്ട് കടന്നു വരുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട 2 ഭാഗമാണ്. ഒന്ന്, ബ്രേക്കിംഗ് ഓഫ് ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ നുറുക്കി നൽകുന്ന ഭാഗം. 12 വർഷമായിട്ട് രക്തസ്രാവം ബാധിച്ച ഒരു സ്ത്രീ കർത്താവിനെ തൊട്ട് സൗഖ്യമാകും. ലേവി പുസ്തകം 15-ാം അധ്യായം 25 മുതൽ 33 വാക്യത്തിൽ പ്രത്യേകമായിട്ടും അപ്രകാരം രോഗമുള്ളവരെ അശുദ്ധ അല്ലെങ്കിൽ അൺക്ലീൻ എന്നാണ് അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അവരെ തൊടുവാനും അവരെ സ്പർശിക്കുവാനും ആർക്കും പാടില്ല. എന്നാൽ കർത്താവിനെ ചെന്ന് തൊട്ട് ഈ സ്ത്രീ സൗഖ്യം പ്രാപിക്കുന്നു. കർത്താവ് വിളിക്കുന്ന ആ നിമിഷം പ്രത്യേകമായിട്ടും ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്, ഭയത്തോടും വിറയലോടും ആ സ്ത്രീ കർത്താവിന്റെ സന്നിധിയിൽ വന്ന് വീഴുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ കാസായും പീലാസായും രഹസ്യമായി ആഘോഷിക്കുന്ന നിമിഷം ശുശ്രൂഷകൻ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവിന്റെ ഫോളോവേഴ്സ്, അനുയായികളായി വരുന്ന ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും വളരെ ഭയത്തോടും വിറയലോടും സ്വീകരിക്കുവാനും അത് നേടുവാനും സാധിക്കും. എന്നാൽ ഫാൻസായിട്ട്, കാണികളായിട്ട് മാത്രം വരുന്നവർക്ക് അവര് വന്ന് കണ്ട് മടങ്ങിപ്പോകുന്നു. അവർക്ക് വിശുദ്ധ കുർബാനയിൽ ആരാധനയിൽ ഉണ്ടാകുന്ന ആ വലിയ ഊർജത്തെ, എനർജിയെ, സൗഖ്യത്തെ സ്വീകരിക്കുവാൻ സാധിക്കാതെ പോകും. പ്രിയമുള്ളവരെ, ശുദ്ധമാകുവാൻ, ക്ലീൻ ആകുവാൻ, ശുദ്ധി പ്രാപിക്കുവാൻ സാധിക്കാതെ പോകും. 2-ാമത്തെ ഭാഗത്ത് സൈറോസിന്റെ മകളെ സൗഖ്യമാക്കുന്ന ഭാഗം, ബ്രേക്കിംഗ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്, കർത്താവിന്റെ വചനത്തെ നുറുക്കി നൽകുന്ന ഭാഗം. കർത്താവ് ആ ഭവനത്തിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, ഈ മകൾ ഉറങ്ങുകയാണ്. കൈപിടിച്ച് പറഞ്ഞു, ബാല്യം ഉണരുക. ആ നിമിഷം 12 വയസ്സുള്ള കുഞ്ഞിന് ജീവൻ ലഭിക്കും. പ്രിയമുള്ളവരെ, വചനങ്ങൾ നാം ഉണർവോടെ ശ്രമിക്കുമ്പോൾ, ഉണർവോടെ അതിൽ പങ്കാളികളാകുമ്പോൾ, ആത്മീയമായ മരണം സംഭവിച്ച നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ജീവൻ ലഭിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ ഏവൻഗേലിയോൻ വായിക്കുന്ന സമയത്ത്, ആ നുറുക്കി നൽകുന്ന ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണർവോടെ അത് ശ്രവിക്കുവാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ആത്മീയമായ ജീവൻ, ലൈഫ് നമുക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും കാണുവാറുണ്ട് വിശുദ്ധ കുർബാനയിലൊക്കെ നമ്മൾ
വചനം വിളമ്പുന്ന സമയത്ത് വളരെ അലസമായി അതിൽ പങ്കുചേരുന്നത്. എന്നാൽ കർത്താവ് ഇവിടെ വചനം നുറുക്കി നൽകിയപ്പോൾ ഈ കുട്ടിക്ക് ജീവൻ ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, ലൂക്കോസ് എവങ്കേലിയോസ് സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. മൂഢനായ പുത്രന്റെ ഉപമയിലെ സംഭവമാണ്. പിതാവ് തിരിച്ചു വന്ന മകനോടെ ആ പശ്ചാത്താപത്തെ ഓർത്ത് പറയുകയാണ്, ഇവൻ മരിച്ചവനായിരുന്നു, പക്ഷേ ഇവന് ജീവിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, പശ്ചാത്താപപൂർവ്വം കർത്താവിന്റെ സന്നിധിയിൽ ഒക്കെ ചെന്ന് നമ്മൾ വചനങ്ങൾ സ്വീകരിക്കുന്ന ആ നിമിഷം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് 2 കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായിട്ടും സംഭവത്തെ ആസ്പദമാക്കി പറഞ്ഞിരിക്കുന്നത്. ബ്രേക്കിംഗ് ഓഫ് ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്, ബ്രേക്കിംഗ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ വചനത്തെ നുറുക്കി നൽകുന്ന ഭാഗവും കർത്താവിൻ്റെ തിരുശരീരങ്ങൾ നുറുക്കി നൽകുന്ന ഭാഗത്തെ പറ്റിയാണ്. പ്രത്യേകമായിട്ടും രക്തസ്രാവകാരിയായ സ്ത്രീയെ സൗഖ്യമാക്കിയതിനു ശേഷം ദൈവം പറയുന്നുണ്ട്, സമാധാനത്തോട് പോവുക. ഈ നോമ്പിൻ്റെ കാലത്തിൽ, ഈ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് സമാധാനം ലഭിക്കുവാൻ, കർത്താവിൻ്റെ വചനം ശ്രമിച്ച് നമുക്ക് ഉണർവോടെ ജീവൻ ലഭിക്കുവാൻ, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും കർത്താവ് പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും ഞാൻ വചനത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.